ഹായ് ഇസ്മി ഫ്രണ്ട്സ്, എല്ലാവർക്കും ബ്ലാക്ക് ടൗഡിയുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് അപ്പോൾ ലൈവ് ആസ്റ്റ് ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് അങ്കമാലി സ്പെഷ്യാലിറ്റീസ്, അങ്കമാലിയുടെ പ്രത്യേകതകൾ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് നോക്കുന്നത്. അങ്കമാലി എറണാകുളം ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയാണ് അങ്കമാലി. ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 33,642 ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. കൊച്ചി മെട്രോപൊളിറ്റൻ ഏരിയയുടെ ഭാഗമാണ് അങ്കമാലി സിറ്റി. ഇതിനെ എയർപോർട്ട് സിറ്റി എന്നും വിളിക്കുന്നു. അതിന് വിളിക്കുവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നെടുമ്പാശ്ശേരി വിമാനത്താവളം ഇതിൻ്റെ തൊട്ടടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ എയർപോർട്ട് സിറ്റി എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ ചരിത്രം നോക്കുമ്പോൾ പണ്ട് കാലത്ത് ഇവിടെ ജൈനമതക്കാരും ബുദ്ധമതക്കാരും താമസിച്ചിരുന്നതായിട്ട് അവിടെ നിന്നും കണ്ടെത്തിയ നാണയങ്ങളിൽ നിന്നും പുരാവസ്തുക്കളിൽ നിന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാണയങ്ങളിൽ നിന്നും പുരാവസ്തുക്കളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇവിടെ പണ്ട് കാലത്ത് ജൈനമതക്കാരും ബുദ്ധമതക്കാരും താമസിച്ചിരുന്നതായിട്ട്. പിന്നെ മലയാറ്റൂരിൻ്റെ സമീപമായിട്ടാണ് അങ്കമാലി സ്ഥിതി ചെയ്യുന്നത്. അതായത് മലയാറ്റൂരിൽ നിന്ന് ഏകദേശം ഒരു 13 കിലോമീറ്റർ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പണ്ട് കാലത്ത്, അതായത് ക്രിസ്തുവിൻ്റെ ശിഷ്യനായ സെൻറ്റ് തോമസ് ഇന്ത്യയിൽ, അതായത് കേരളത്തിൽ കൊടുങ്ങല്ലൂരിലാണല്ലോ അദ്ദേഹം കാലുകുത്തിയത്. കൊടുങ്ങല്ലൂരിൽ വന്ന് അങ്കമാലിയിലെ അങ്ങാടിക്കടവ് വഴിയാണ് വന്നതെന്ന് ഒരു വിശ്വാസമുണ്ട്. AD 58 ആ ഒരു കാലഘട്ടത്തിൽ. പിന്നെ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നു. പിന്നീട് 1952 ഇത് പഞ്ചായത്തായിട്ട് മാറുന്നത്. 1952 ഒരു പഞ്ചായത്താകുന്നു അങ്കമാലി. പിന്നീട് 1958 എറണാകുളം ജില്ല രൂപീകരിച്ചപ്പോൾ എറണാകുളം ജില്ലയോട് ചേർക്കപ്പെട്ടു 1958. പിന്നീട് 1959 ഇവിടെ നടന്നൊരു വെടിവെപ്പ്, അതായത് അങ്കമാലി പോലീസ് വെടിവെപ്പ് എന്നത് അന്നത്തെ കാലഘട്ടത്തിൽ കേരള രാഷ്ട്രീയത്തെ കോലിളക്കം സൃഷ്ടിച്ച ഒരു സംഭവമായിരുന്നു. അതായത് മന്ത്രിസഭയ്ക്കെതിരായ പ്രതിഷേധം നടത്തിയവർക്കെതിരെ പോലീസ് വെടിവെച്ചത് വളരെയധികം കോലിളക്കം സൃഷ്ടിച്ച ഒരു സംഭവമായിരുന്നു 1959 നടന്ന അങ്കമാലി പോലീസ് വെടിവെപ്പ് എന്നത്. പിന്നെ 1965 എറണാകുളത്തെ ഒരു നിയമസഭാ മണ്ഡലമായിട്ട് അങ്കമാലി മാറുന്നു. പിന്നീട് 1978 ഇത് മുനിസിപ്പാലിറ്റി ആയിട്ട് മാറുന്നത്. 1978 ഇതിനെ മുനിസിപ്പാലിറ്റി ആകുന്നത്. അങ്കമാലി എയർപോർട്ട് സിറ്റി മലയാറ്റൂരിൽ നിന്നും ഏകദേശം 13 കിലോമീറ്ററും ആലുവയിൽ നിന്നും 14 കിലോമീറ്ററും എറണാകുളത്ത് നിന്നും 29 കിലോമീറ്ററും ചാലക്കുടിയിൽ നിന്നും 18 കിലോമീറ്ററും കൊടുങ്ങല്ലൂരിൽ നിന്നും 28 കിലോമീറ്ററും ഇടപ്പള്ളിയിൽ നിന്നും 23 കിലോമീറ്ററുമാണ് അങ്കമാലിയിലേക്കുള്ള ദൂരമെന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.